Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Okay, then let's start this class. മാം സൗണ്ട് കുറവാണ്, കേൾക്കണില്ല. എല്ലാവരും കേൾക്കുന്നുണ്ടോ? കുറവാണോ സൗണ്ട്? അല്ല മാം, കേൾക്കുന്നുണ്ട്. മാം എനിക്ക് കേൾക്കാം. കേൾക്കാം. എനിക്ക് ക്ലിയർ ആണ് മാം. ബാക്കി ആർക്കാ ഇഷ്യൂ ഒന്നുമില്ലല്ലോ? കേൾക്കാനോ? ക്ലിയർ അല്ലേ? Yes, ma'am. Yeah. Okay, clear. Start ചെയ്യാം നമുക്ക്. Start with prayer. Okay, ma'am. Good morning, everyone. I am Afila. Today's prayer. Dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help me to see your blessing in every moment, and may I serve others with kindness and grace. Amen. Thank you, ma'am. Okay, and then. Good morning, all. I am Nasira. I am happy to invite all. Welcome to everyone to our online classroom. And today we will also welcome our respected teacher Ashwati ma'am to conduct our class. I am also invite Shruti for today's thought. Please welcome Shruti. Thank you. Thank you, Nasira. Good morning, everyone, and good morning, ma'am. And today's thought: people who blame others for their failures never overcome them. They simply move from problem to problem. To reach your potential, you must continually improve yourself. And you can't do that if you don't take responsibility for your actions and learn from your mistakes. മറ്റുള്ളവരെ പരാജയങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒരിക്കലും അവരെ മറികടക്കുന്നില്ല. അവർ ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. നിങ്ങളുടെ കഴിവിൽ എത്തിച്ചേരാൻ നിങ്ങൾ നിരന്തരം സ്വയം മെച്ചപ്പെടുത്തണം. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തം എടുക്കുകയും തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. താങ്ക് യു മാം. Okay, yeah, clear. Then how are you all? Fine, ma'am. Good, ma'am. Hi. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പിക് പ്രസന്റേഷൻ ആയിരുന്നു. ഇതിക്ക് മുൻപ് നമ്മൾ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു. മോക്ക് ടെസ്റ്റ് ഒന്നും കിട്ടിയിരുന്നോ? ഇല്ല മാം. വന്നിട്ടില്ല അല്ലേ? എന്തോ മാം ഇടാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഓ, നാളെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റ് നാളെ വരും കേട്ടോ. അപ്പൊ ടോപ്പിക് പ്രസന്റേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. കുറച്ച് പേരൊക്കെ ചെയ്തു, കുറച്ച് പേരും കൂടി ഉണ്ട്. ആണോ ശ്രുതി? യെസ് മാം, കുറച്ചുപേര് ഇന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ശ്രുതി എന്നെ വിളിക്കൂ, ഇൻവൈറ്റ് ചെയ്തോളൂ. ഓക്കെ മാം. അഫീല? ഓക്കെ ഓക്കെ, തുടങ്ങട്ടെ, സ്റ്റാർട്ട് ചെയ്യാ. Good morning, everyone. Today I would like to say a few words about the topic confidence. Confidence means believing in yourself. അതായത് ആത്മവിശ്വാസം എന്നത് സ്വയം വിശ്വസിക്കലാണ്. നമ്മൾക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ ഐ ക്യാൻ ഡു ദിസ്, അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വന്നാൽ നമുക്ക് കോൺഫിഡൻസ് തീർച്ചയായും ഉണ്ടാകും. നമ്മളെപ്പോഴും ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ദിസ് നമ്മളെ തന്നെ നമ്മള് പറഞ്ഞ് കോൺഫിഡൻസ് വരുത്തണം. അതുപോലെ ഇറ്റ് ഈസ് ദ പവർ ദാറ്റ് ഹെൽപ്പ് us ഫേസ് ചലഞ്ചസ് വിത്തൗട്ട് ഫെയർ. ഭയമില്ലാതെ പ്രശ്നങ്ങൾ നേരിടാൻ നമ്മെ സഹായിക്കുന്ന ശക്തിയാണ് കോൺഫിഡൻസ്. നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ നമ്മളെ കോൺഫിഡൻസ് മൊത്തം ലീക്കായി പോകും. അപ്പൊ നമ്മൾ എന്തിനും നേരിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ നമുക്ക് കോൺഫിഡൻസ് കൂടുകയുള്ളൂ. എ കോൺഫിഡൻസ് പേഴ്സൺ ഓൾവേസ് ട്രീസ് ഈവൻ ഇറ്റ് ദേ ഫെയിൽ.
ആത്മവിശ്വാസമുള്ള വ്യക്തി പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ശ്രമിക്കും. എനിക്കതിന് സാധിക്കും, ഞാൻ പരാജയപ്പെട്ടാലും എനിക്കതിന് സാധിക്കും എന്നുള്ള നമുക്കൊരു മനസ്സിനൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പരാജയപ്പെട്ടാലും നമുക്ക് മുന്നേറാൻ സാധിക്കും. Confidence help us to speak clearly, learn better and grow in life. നമ്മുടെ സംസാരത്തിന്, പഠനത്തിന്, ജീവിതത്തിൽ വളരുവാൻ ആത്മവിശ്വാസം സഹായിക്കും. നമുക്ക് അറിവും വേണം കേട്ടോ. ആത്മവിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നോളജും വേണം. എന്നാലാണ് നമുക്ക് എനിക്കതിന് സംസാരിക്കാൻ കഴിയും, എവിടെ പോയാലും എനിക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വരുന്നത് നമുക്ക് അതിനുള്ള നോളജും കൂടി വന്നാലാണ്. അപ്പൊ നമ്മള് എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുമോ, അറിവ് നേടാൻ പറ്റുമോ, അത്രത്തോളം നമുക്ക് അറിവ് നേടും വേണം. അതിനനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് നമ്മളെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ പറ്റും. To build confidence, we must think positively, practice regular and never give up. ആത്മവിശ്വാസം വളർത്താൻ നാം പോസിറ്റീവ് ചിന്തകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഇനി റീസൺ ബിഹൈൻഡ് കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങളാണ് പറയുന്നത്. എൻകറേജ്മെന്റ് ആൻഡ് ലവ് ഫ്രം ഫാമിലി, ഫ്രണ്ട്സ് ഇൻക്രീസ് ദ കോൺഫിഡൻസ്. നമുക്ക് ഒരു നല്ലൊരു ഫാമിലി ഉണ്ട്, അതുപോലെ നമുക്ക് നമ്മളെ ചുറ്റും നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് നമുക്ക് കോൺഫിഡൻസ് തരും. ഇതുപോലെ നമ്മളെ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തായാലും ചെയ്യ് അങ്ങനെ നമ്മളെ പറഞ്ഞിട്ട് നമുക്ക് കോൺഫിഡൻസ് തരുന്നില്ലേ, അതുപോലെ നമ്മുടെ ഫാമിലിയും അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് എല്ലാ സ്ഥലത്ത് പോയാലും മുന്നേറാൻ പറ്റും. വെൽ ഫോർ സംതിങ് യു ഫീൽ മോർ കോൺഫിഡൻസ്. നന്നായി തയ്യാറെടുക്കുമ്പോൾ ആത്മവിശ്വാസം കൂടും. എനിക്കതിന് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ എന്തും നന്നായി ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി അത് ചെയ്യാൻ പറ്റും. ഇനി ലാക്ക് ഓഫ് കോൺഫിഡൻസ് റീസൺ. നമുക്ക് ചില ടൈമിൽ കോൺഫിഡൻസ് കിട്ടാതാകുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാല് ബീയിങ് സ്കാറ്റർഡ് ടു ഫെയിൽ ക്യാൻ റെഡ്യൂസ് ഫോർ കോൺഫിഡൻസ്. പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണ്. ആ ഭയം നമുക്ക് ഒരിക്കലും പാടില്ല. അങ്ങനെ ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പറ്റുമോ, എനിക്ക് വയ്യ, അങ്ങനെ ഒരു മടി പിന്നോട്ട് വലിക്കല് വരും. ഇഫ് പീപ്പിൾ ഓൾവേസ് ക്രിറ്റിസൈസ് യു മേ നോട്ട് ബിലീവ് ഇൻ യുവർ സെൽഫ്. ചില ആളുകളുണ്ട് എന്ത് ചെയ്താലും വിമർശിച്ച് പറ്റില്ല അങ്ങനെയുള്ള നെഗറ്റീവ് തിങ്സ് ഉള്ള ആളുകൾ നമ്മളെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കോൺഫിഡൻസ് കിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തി പോസിറ്റീവ് തിങ്സ് വരുന്ന ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എവിടെ ചെന്നാലും മുന്നേറാൻ പറ്റൂ. ലുക്ക് അറ്റ് അതർ സക്സസ് ആൻഡ് ഫീലിംഗ് ഐ ആം നോട്ട് ഗുഡ് എനഫ്. മറ്റുള്ളവരെ കാണുമ്പോൾ നാം മതിയല്ല എന്ന തോന്നല് നമ്മൾക്ക് ഒരിക്കലും നമ്മളെ തളർത്തിയിട്ടുള്ള ഒരു തോന്നലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് താനെ ഇല്ലാതാവുക ചെയ്യും. നമ്മൾ എപ്പോഴും മുന്നേറും. ഐ ക്യാൻ ഡു ദിസ്. അങ്ങനെ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇഫ് നോ വൺ എൻകറേജ് യു ദിസ് ഹാഡ് ടു ഫീൽ കോൺഫിഡൻസ്. ആരും പിന്തുണയ്ക്കില്ലെങ്കിലും നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടേക്കാം. നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ അടുത്തുണ്ട്, നമ്മളെ പറ്റിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, നീ എന്തായാലും മുന്നേറും എന്നുള്ള വിശ്വാസം നമ്മൾക്കും വേണം, നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോവില്ല, നമ്മളോട് മുന്നോട്ടേ നമ്മൾ പോവുള്ളൂ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Okay, Afla. Any who's next? Thank you, Afila. Next, I would like to invite Soumya Tony. Good morning, ma'am. Good morning, friends. Self confidence in Malayalam. ഞാൻ മലയാളത്തിലാണ് തമ്മിൽ പറയണത്, ഇംഗ്ലീഷില് മലയാളത്തിലാണ് പറയണത്. അതായത് ആത്മവിശ്വാസം എന്നത് സ്വന്തം കഴിവുകളിലും ഗുണങ്ങളിലുമുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്. അതായത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാട്ടാ. ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പഠിക്കാനും ആരംഭിച്ച്. പക്ഷെ സൈക്കിളിൽ കയറി ഒരു 2 പ്രാവശ്യം വീണപ്പോഴേക്കും സൈക്കിൾ ചവിട്ട് അതോടുകൂടി നിർത്തി. പിന്നെ പേടിയായി, ഒരു വിശ്വാസക്കുറവ്, എന്നെ കൊണ്ട് അത് നടക്കില്ല സാധിക്കില്ല എന്നൊരു വിശ്വാസക്കുറവ്.
അങ്ങനെ നിർത്തിവെച്ച്. പിന്നെ ഇങ്ങനെ നമ്മ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ മറ്റുള്ളവർ സൈക്കിൾ ചവിട്ടി പോണാണ് ഒരു ആഗ്രഹം. എനിക്ക് പറ്റിയില്ലല്ലോ അത്, എന്തായാലും പഠിക്കണം. അങ്ങനെ അത് പഠിച്ചെടുത്ത്. അപ്പൊ ആ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായെങ്കിലും എല്ലാവരും സൈക്കിൾ ചവിട്ടി പോണാകുമ്പോ നമുക്കൊരാഗ്രഹം, അവർക്ക് പറ്റണം, അപ്പൊ പിന്നെ നമുക്കത് സാധിച്ചൂടെ എന്നുള്ളത്. അങ്ങനെ അത് പഠിച്ച്. അതേപോലെ തന്നെയാണ് ഇപ്പൊ മോണ്ടിസോറി കോഴ്സ്. എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഇത് കോഴ്സ് എടുത്തിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ടിനെ ഞാൻ ഒരു ദിവസം കണ്ടപ്പോ പറഞ്ഞ്, നല്ല കോഴ്സാണ് സൗമ്യ, ഇതിന് ചേര്, നല്ലതാണ്. കാരണം നമ്മ വീട്ടിൽ വെറുതിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ആദ്യം ഈ പറഞ്ഞ പോലെ ശരിയാവോ, കോഴ്സ് ശരിയായില്ലെങ്കിലും ചേർന്നാല് ചിലപ്പോ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ പാതി വഴി വെച്ചെല്ലാം ഞാൻ നിർത്തും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പിന്നെ അത് നിർത്തിക്കളയും. അങ്ങനെ പഠിച്ചപ്പോ ഈ കോഴ്സ് ഇഷ്ടമായി. ഇപ്പൊ ക്ലാസ് ഒക്കെ നല്ലതാണ്, കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നു. ഇഷ്ടമായി. ഇത്രേ ഉള്ളൂ മാം പറയാൻ, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ അല്ലെ? ഓക്കെ, കുറച്ചൊരു കോൺഫിഡന്റ് ആയി അല്ലെ? കുറച്ച് മാറ്റങ്ങളൊക്കെ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ സൗമ്യ. Thank you, Soumya. Next, I would like to invite Ashwati Deva. Hello, ma'am. Good morning, everyone. Today, I am going to talk about what should we do to improve our self-confidence. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി. We have to accomplish all the things that we think we can't do. ആദ്യം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനൊന്ന് ശ്രമിക്കണം. എക്സാമ്പിൾ ആയിട്ട്, we have stage fright. We don't even want to go near the stage, but we have to try because we always can't keep this fear inside us. It will not help increase our self-confidence. സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ ആ പേടി ഉള്ളിൽ വെച്ചിരിക്കാണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ടൈമിൽ പേടി മാറ്റാൻ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാണ്ട് ആ ഫിയർ നമ്മുടെ ഉള്ളിൽ വെച്ചാൽ അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും. ജസ്റ്റ് ലൈക്ക് സ്റ്റേജ് ഫ്രൈറ്റ്, if we are not capable of speaking English within a crowd, still you have to give it a try because we cannot keep this fear forever and we have to accomplish this someday. ഇംഗ്ലീഷ് സംസാരിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മിസ്റ്റേക്ക് ആയാലും ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വന്നതുപോലെ തോന്നും. ഈ ഒരു എക്സാമ്പിൾസ് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ചെറിയ പ്രോഗ്രാംസ് വരികയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തപ്പോൾ ഫസ്റ്റ് പേടിയുണ്ട്, പക്ഷെ പതിയെ ഒരു കോൺഫിഡൻസ് വന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വീണ്ടും എല്ലാം പെർഫോം ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. അതുപോലെ തന്നെ സംസാരിക്കാനും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇവിടെ പല കൺട്രീസിലുള്ള ആൾക്കാരാണ്, ഈജിപ്ഷ്യൻസ്, പലസ്റ്റീൻസ്, സുഡാനീസ്, അങ്ങനെ പല കൺട്രീസിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും ട്രൈ ചെയ്തേ പറ്റൂ അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് നല്ലപോലെ ഉണ്ടാവും. അത് വക വെക്കാണ്ട് പേടിയില്ലാണ്ട് സംസാരിക്കാൻ ട്രൈ ചെയ്തു. ഇപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടി, എന്നെ കൊണ്ട് പറ്റും, ചെറിയ രീതി സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പൊ ഇതുപോലെ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങള് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാല് പിന്നെയും നമുക്ക് പറ്റും. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു തോന്നല് നമുക്കുണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ താങ്ക് യു ഓൾ. ഓക്കെ അശ്വതി, ഇനി നെക്സ്റ്റ് ആരാ? Thank you, Ashwati. Next, I would like to invite Sheena. ഷീന ഇല്ലയോ ക്ലാസ്സിൽ? ഞാൻ വന്നു. ഹലോ, ഹലോ കേക്കുണ്ടോ? കേൾക്കാം. എന്റെ പേര് ഷീന.
ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ടാണ്. എനിക്കധികം പറയാനൊന്നും അറിയില്ല. ഇംഗ്ലീഷിൽ ഞാൻ കുറച്ച് വീക്കാണ്. Self confidence is feeling strong about who you are and what you can do. It means believing in yourself and your abilities. In other words, it is the trust in oneself. When you are self-confident, you will not be afraid to try new things. Without self-confidence, no one can succeed in life. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം സ്ട്രോങ് ആണെന്ന് നമുക്ക് തോന്നണം. എന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യും വേണം. എന്നാൽ മാത്രമേ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാനും പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വിശ്വാസമാണ്, നമുക്ക് എന്ത് ചെയ്യാനുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ കഴിവിനെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. പിന്നെ കോൺഫിഡന്റ് ആയി നമുക്ക് നമ്മള് സ്വന്തമായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ഇതിന് സാധിക്കും, അല്ലെങ്കിൽ ശരിയായിരിക്കാം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള നമുക്കൊരു വിശ്വാസം വേണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇങ്ങനെ പറയാനുള്ള തീരെ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇതെനിക്ക് പറയാൻ എന്നെ നന്നായി എനിക്കൊരു കോൺഫിഡൻസ് തന്നത് എന്റെ ചേട്ടനും പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ചേച്ചിമാരുണ്ട്, ലവ്ലി ചേച്ചി, ശ്രുതി, ആദര, ഇവരെല്ലാരും എനിക്ക് ഇന്നലെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. നീ ചെയ്യണം, നീ ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യം എനിക്ക് തന്നിരുന്നു. ആ ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു വിഷയം തന്നതിന് ടീച്ചറോട് ഒരുപാട് താങ്ക്സ്. എനിക്ക് കിട്ടിയ ധൈര്യം പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യം കിട്ടട്ടെ. എല്ലാവരും മുന്നിലേക്ക് വരിക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ ഷീന. Then who's next? ഞാൻ കൂടുതലൊന്നും സംസാരിക്കാത്തത് വെറുതെ ടൈം പോകട്ടോ. അപ്പൊ എല്ലാവരും പറഞ്ഞതിന് ശേഷം സംസാരിക്കാന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? Thank you, Sheena. Next, I would like to invite Rasya. Rasya. ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു. മാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് മാം. പറയാമോന്ന് എനിക്കറിയില്ല. സ്നേഹ അന്ന് ആ ഇൻസിഡന്റിന് ശേഷം പിന്നെ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും റിയാക്ഷൻ ഒന്നുമില്ല. പിന്നെ സ്നേഹ പെൻഡിങ് ആണ്, ഇനിയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനത് കുറെ പ്രാവശ്യം എടുത്ത് ചോദിച്ചു, സ്നേഹ ഉണ്ടോ പറയുന്നുണ്ടെന്ന്. പക്ഷെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്, ആള് റിപ്ലൈ ഒന്നും തരുന്നില്ല. സോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സ്നേഹ ക്ലാസ്സിലുണ്ടോ? ഞാനിത് ഫസ്റ്റ് മാം ഇത് പറഞ്ഞ സമയത്ത് ഞാനത് പറഞ്ഞതായിരുന്നു. കോൺഫിഡൻസിനെ കുറിച്ച് ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാനത് പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഓക്കെ സ്നേഹ, ക്ലാസ്സിൽ അവര് ശ്രദ്ധിക്കാതിരുന്നത് എന്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ ഫസ്റ്റ് മാം കോൺഫിഡൻസിനെ കുറിച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഫസ്റ്റ് തന്നെ ഞാനായിരുന്നു ആ ടോപ്പിക്ക് അവതരിപ്പിച്ചത്, പ്രസന്റ് ചെയ്തത് ഞാനായിരുന്നു. സ്നേഹ സോറിടാ, അത് വേറൊന്നുമല്ല. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പറഞ്ഞവരും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പേരെടുത്ത് ചോദിച്ചത്. സോറി ട്ടോ, സോറി. ഓക്കെ സ്നേഹക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഇൻസിഡന്റ് എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടോ? പോയോ സ്നേഹ? പറയൂ മാം. ഞാൻ ചോദിച്ചു കേട്ടോ? എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടോ? അവിടെ കുഞ്ഞ് കരയുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് ക്ലിയർ ആയിക്കാം. ഓക്കെ സ്നേഹ ഒരു ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നില്ലേ, പ്രപ്പോസിഷൻ? യെസ് മാം. ഓക്കെ, അത് സ്നേഹ പ്രസന്റ് ചെയ്തു. അതിൽ ഞാൻ സംസാരിച്ചതില്ല. സ്നേഹക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഷുവർ ആയിരുന്നു. ഞാൻ എന്റെ 100% കൊടുത്തിട്ട് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ്. ഞാൻ പ്രസന്റ് ചെയ്തതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ആരോ ഒരാൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സാക്ട് ടൈം എന്തോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എക്സാക്ട് ടൈം അത് റെക്കോർഡ് ക്ലാസ് കേട്ടാലായിരിക്കും മനസ്സിലാവും. എക്സാക്ട് ടൈം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് മുൻപ് ബിഫോർ എന്നുള്ളത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത്. ഓക്കെ, സോ സ്നേഹക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. കാരണം ഞാനത് സംസാരിച്ചപ്പോ സ്നേഹ പെട്ടെന്ന് ക്ലാസ്സിൽ ലീവായി. എനിക്ക് തോന്നുന്നു ചിലപ്പോ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം, അറിയില്ല. ക്ലാസ്സിൽ പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളധികം സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ സ്നേഹം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് ഹേർട്ട് ആയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാം, ഞാനത് മെൻഷൻ ചെയ്ത് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. കാരണം വെച്ചാൽ ഞാൻ ചെയ്തതിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെച്ചാൽ ഞാനിത് ഇപ്പം ഈ ക്ലാസ്സിൽ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല. ഞാൻ എന്റെ 10th പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ടീച്ചിങ്ങിൽ ഞാൻ എന്റെ ടീച്ചേഴ്സ് തന്നെ എടുത്ത് തന്നെ എന്നാ പറയണ്ടേ എടുത്തു വെച്ച ഒരാളാണ് ഞാൻ. 10th പഠിക്കുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കായാലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് +1 +2 ഈവൻ കോളേജ് ടൈമിൽ വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ കോളേജ് ടൈമിൽ ഞാൻ ലിറ്ററേച്ചർ ആണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ ഫോണറ്റിക്സ് എന്നുള്ളൊരു സെക്ഷൻ ക്ലാസ് എടുത്തത് ഞാനാണ്. ഞാൻ വെരി പ്രൗഡ്ലി ഞാനത് പറയുന്നു. ഫോണറ്റിക്സ് എന്നുള്ളൊരു സെക്ഷൻ കോഡ് ആ ഒരു വെച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്തു കൊടുത്തത് ഞാനാണ്. ഫോണറ്റിക്സിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫോണറ്റിക്സ്. ഓക്കെ, അപ്പൊ കോൺടെക്സ്റ്റ് ക്ലാസ് എടുക്കാനും ഒരാളുണ്ട്. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വരില്ലല്ലോ. ഓഫ്കോഴ്സ്. കാരണം എന്റെ കൂടെ പഠിച്ച് എന്റെ ഫ്രണ്ട്സ് വരെ പറയലുണ്ടായിരുന്നു സ്നേഹം എടുത്തത് അവരിപ്പോഴും നമ്മൾ ആ കോഡ് നമ്മൾ മറന്നിട്ടില്ല എന്ന് അവർ ഇപ്പോഴും പറയാറുണ്ട്. ഓക്കെ, നമുക്ക് കോൺടെക്സ്റ്റ് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ സെക്ഷനിൽ കോൺടെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോ സ്നേഹയും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാ, നമുക്ക് ക്ലാസ് എടുക്കാം. Of course, definitely I will cooperate with you. ഓക്കെ സ്നേഹ. അപ്പൊ സ്നേഹയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെയാണ്, ആൾ ഓക്കെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ഇല്ലല്ലോ മാം. ഇല്ല മാം, ബാക്കി രണ്ടുപേരും ഹോസ്പിറ്റൽ കേസാണ്. പിന്നെ ഒരാൾക്ക് മരണ വീട്ടിൽ പോണം. അങ്ങനെ ഓരോ റീസൺ. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഞാനുണ്ട്. സിബി ചിലപ്പോ കേറുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. ഓക്കെ സിബി, കണ്ടിന്യൂ. ഓക്കെ സിബി, താങ്ക് യു മാം. ക്യാമറ ഓൺ ചെയ്യുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സംസാരിച്ചപ്പോൾ ഇമോഷണൽ ആയി പോയി. അത് മാറ്റിയിട്ട് ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ നോക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് മാം. Today I discuss about confidence topic. Confidence means believe in ourselves and believe our ability. We can believe our abilities, all our abilities, and believe in ourselves first. In my opinion, there were so much problems in my life last 5 years ago, but I am okay with that now. I am okay with that problems. I overcome that problems all now slowly. Then I to tell you about before 1 month before also I was very depressed, and then I am very emotionally weak. At that time that I heard the record section and all also all that time I think I have to give up this course. I can't do this. I can't continue this course. Then I discuss about the group. Then my friends all are motivated me. They tell me, no, you can do, you try your best. Like that, my friends are all talking with me. They only motivated me that because of that thing, I rethink that thing. I can do. Why I cannot this course continue like that? I rethink my mind. I can do. I tell so much excuses. No time, and I cannot do. I cannot do this course continue. But I rethink that thing. No, I can do. I set my mind. No, whatever happened in my life, I continue this course. That I set in my mind, never changing that mind. Last week I completed my 2 record books also.
because of my friend, they are not motivated me. I cannot rethink again. Thanks all my friends. This all support me. Then I told you everyone one thing: don't never give up. Don't look back. Only look forward. Believe in ourselves. There was so much problems in my life before, but that time I cannot can't understand what have to do that time. But I'm okay with that this time. All of you, I tell you one thing: never look back. And we sometimes we take decisions that maybe fail. Then don't give up. Try again, and one day it will be true. നമ്മുടെ ലക്ഷ്യം സാധ്യമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് മാം. ഇറ്റ് ഈസ് മൈ ഒപ്പീനിയൻ മാം. ബിലീവ് ഇൻ അവർ സെൽഫ്. വി ക്യാൻ ഡു എവറിഥിങ് in our life. In this course through I changed my attitude before my life problems, that things. That time I beat my children, and so my angry full I showed upon my kids. Now I rethink that things I was wrong that time. This course through, I think that incidents all I was wrong that time. I cannot do that things in my child's soul. I changed my attitude, I changed my behavior, I changed my all character in my life through this course. Thank you so much. I have to say lucky to join this course, really. And thank you my all friends who are motivated me. Thank you ma'am. So now I'm okay with all problems. Whatever coming in my life, I can overcome. I will overcome all problems and I go forward, ma'am. I tell you one thing: no, don't look back. Only go forward. Thank you, ma'am. ഓക്കെ സിബി, നന്നായിട്ട് സംസാരിച്ചു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, ഇംഗ്ലീഷ് അധികം അറിയില്ല മാം. മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെന്ന് അറിയാം, എങ്കിലും അതാണ് കോൺഫിഡൻസ്. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞല്ലോ. താങ്ക് യു മാം. ഓക്കെ സിബി, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. അറിയാം. സൗമ്യ സുരേഷ്. മാം, മലയാളത്തിൽ പറയാം. മതി. സെൽഫ് കോൺഫിഡൻസ് എന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത് ഒരാൾക്ക് സ്വന്തം ഉള്ള വിശ്വാസത്തെയും കഴിവിനെയും കുറിച്ചുള്ള ബോധത്തെ സൂചിപ്പിക്കുന്നു. ആത്മവിശ്വാസം എന്നത് ഒരാളുടെ വ്യക്തിത്വ വികസനത്തിനും ജീവിത വിജയത്തിനും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ്. ഉയർന്ന ആത്മവിശ്വാസമുള്ള വ്യക്തികൾക്ക് അവരുടെ കഴിവുകളിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകും. ഇത് അവരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ലക്ഷ്യങ്ങൾ നേടാനും പ്രേരിപ്പിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ഇവയാണ്: ലക്ഷ്യങ്ങൾ വെക്കുക, അതായത് ചെറിയതും എന്നാൽ കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ വെക്കുകയും അത് നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. സ്വയം പ്രോത്സാഹിപ്പിക്കുക. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നവരുടെയും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവരുടെയും ആത്മവിശ്വാസം വളർത്താം നമുക്ക്. വിമർശനങ്ങളെ ശരിയായി കൈകാര്യം ചെയ്യുക, അതായത് വിമർശനങ്ങളെ വ്യക്തിപരമായ അക്രമങ്ങളായി കാണാതെ പഠിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള അവസരങ്ങളായി കാണുക. സമൂഹത്തിൽ ഇടപഴകുക. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലൂടെയും സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ഓക്കെ മാം. ഓക്കെ സൗമ്യ. ഇനി എനിവോൺ? ഓക്കെ, ആരുമല്ലോ? കഴിഞ്ഞു. So how do you feel now when you talk English? English ആണെന്ന് പറയാൻ പറ്റില്ലല്ലേ, കുറച്ച് സംസാരിച്ചു, മലയാളത്തിൽ സംസാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക് സംസാരിച്ചപ്പോൾ എന്താ തോന്നിയത്? അറിയോ? എന്റെ അഭിപ്രായത്തിൽ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. കോൺഫിഡൻസ് എന്താണെന്ന് കുറച്ചുകൂടെ അറിയാൻ പറ്റി അല്ലേ സംസാരിച്ചപ്പോ? മാം, ഞാനും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഒരാളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയും
പുറകോട്ടായിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ ഏറ്റവും ബാക്കിൽ പോയി ആരുടെയും തലയുടെ പുറകിലൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കോഴ്സിൽ ചേർന്നതോടെ എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരിക്കലും പ്രസന്റ് ചെയ്യില്ല ക്ലാസ്സിലൊക്കെ. മാം, എനിക്ക് ഒരു വർഷം കൊണ്ടായിട്ടാ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവനും എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു. ഫോൺ സെറ്റായി വരുന്നുള്ളൂ. നമുക്ക് ഇനിയും സംസാരിക്കാം, സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഇപ്പൊ മലയാളത്തിൽ സംസാരിച്ചില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കാം. ട്രൈ ചെയ്യാം കേട്ടോ, മാക്സിമം ട്രൈ ചെയ്യാം. അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിക്കാനുള്ള നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ? നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാതെയാണ് നമ്മൾ ഈ ജനിച്ചു വീണത്, അല്ലെ? എല്ലാം നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. സോ ഇതും നമുക്ക് പഠിക്കാൻ പറ്റും, എല്ലാം നമുക്ക് പഠിക്കാം. നമ്മൾ വിചാരിച്ചാൽ എന്തും പഠിക്കാം, എന്തും ചെയ്യാം. സോ നമുക്ക് ആവശ്യം വേണം. ഓക്കെ, എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു മടിയുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം. നമുക്ക് അതിനോട് ഇത്തിരി ഇഷ്ടക്കുറവായതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ ഇട്ട് കളയണത്. വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. എല്ലാം നടക്കും. ഇഷ്ടക്കുറവ് വരുന്നത് നമ്മൾ ആദ്യം പഠിക്കാൻ ഇരുന്നിട്ടുണ്ടാകാം. ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്, ഒരു ദിവസം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫെയിൽ ആയിട്ടുണ്ടാകാം. അതിനോട് എന്തോ ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോ പഠിച്ചപ്പോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെ? ഇതൊക്കെ സ്വാഭാവികമാണ്. എനിക്ക് സംഭവിച്ചുള്ള കാര്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് ആദ്യം നമ്മൾ പഠിക്കാതിരിക്കും, അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റത്തില്ല. 2-3 ദിവസം കൊണ്ട് കുറച്ചുകൂടെ ഇരിക്കും. പക്ഷെ എന്നിട്ടും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് അതിനോട് മടിയാണ് വരാറുണ്ടോ, പിന്നെ ദേഷ്യമാണ്. ആ സബ്ജക്റ്റിനോടെ നമുക്ക് ദേഷ്യം തോന്നും, പഠിക്കാൻ തോന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. കുറച്ചെങ്കിലും നിങ്ങൾ മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ. ഇംഗ്ലീഷിനോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, പഠിക്കാൻ നോക്കാം. ഓക്കെ, ആ ഇഷ്ടം പോകുന്നതിന് മുൻപ് തന്നെ കുറച്ചെങ്കിലും പഠിക്കുക. അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടക്കും കേട്ടോ. പഴഞ്ചൊല്ലില്ലേ മാം, വേണമെന്ന് വെച്ച് ചക്ക വേരയിലും കഴിക്കും. അതെ, പക്ഷെ വേണമെന്ന് വെക്കില്ലല്ലോ, അതാരും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ മാത്രം പറയുന്നതല്ല, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വേണമെന്ന് വെക്കില്ല, വേണമെന്ന് വെക്കാൻ ഒരു മടി. ഒരു ദിവസം വേണമെന്ന് വെക്കും, അത് കഴിഞ്ഞപ്പോഴും പിന്നെ മടിയാണ്. അത് മാറ്റാം, നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് മാറ്റാം. നമുക്കൊരു ലക്ഷ്യം വേണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ടൈം സെറ്റ് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം. എന്തൊക്കെ വന്നാലും ആ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഫോളോ ചെയ്യാം. അത് പിന്നെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ഷുവർ ആണ് കേട്ടോ, എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, ഷുവർ ആണ്. ഓക്കെ, ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഡു യു റിമെമ്പർ ദാറ്റ് മൊമെന്റ് you realize you have confidence. കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഇല്ലേ, ഞാൻ കോൺഫിഡന്റ് ആണ്, കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നിയ ഒരു മൊമെന്റ് നിങ്ങൾ ഓർമ്മയിലുണ്ടോ? അങ്ങനെ മാം, ഞാൻ ഓൾറെഡി എന്റെ അനുഭവം പറഞ്ഞല്ലോ. എനിക്ക് ക്യാൻസർ വന്നേ പിന്നെയാണ് ഞാൻ അതിനെ നേരിട്ടപ്പോഴാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് മനസ്സിലായത് മാം. ലവ്ലൊരു പറഞ്ഞതാണ് നമ്മളോട്, എക്സ്പീരിയൻസ് പറഞ്ഞതാണല്ലേ. എല്ലാവരും കോൺഫിഡന്റ് ആണ്, പക്ഷെ ആ ഒരു മൊമെന്റ് വരണം, അല്ലെ? ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്, ഓ ഞാൻ ഇത്രയും എനിക്കൊട്ടും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റി. അത് പിന്നെ കൂടുതലും ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് കേട്ടോ. കൂടുതൽ നമുക്ക് ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു പവർ ഉണ്ടല്ലോ നാച്ചുറൽ ആയിട്ട്. ആ ദൈവം ആരായാലും സെയിം തന്നെയാണ്, മതങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഒരു കുളത്തിലേക്കുള്ള ഒരു വഴിയാണ്, പല വഴികൾ ഒരു കുളത്തിലേക്ക്. അപ്പൊ അതൊരു ശക്തിയാണ് കേട്ടോ മാം. എനിക്ക് അതാണ് എന്റെ അനുഭവം. ശരിക്കും നമുക്കൊരു കുറവ് ഫീൽ ചെയ്യണം, ദൈവത്തോട് ചേർന്ന് നമുക്ക് എല്ലാം സാധിക്കും. അപ്പോ എന്റെ ഒരു വിശ്വാസം, നമ്മളിൽ തന്നെ ഒരു ശക്തിയുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശക്തിയുണ്ട്. അത് ശരി, അത് പക്ഷെ അതെല്ലാവരും പറയുന്ന ദൈവം എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു ദൈവം കൂടെ ഉണ്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, കൂടെ ഉണ്ടെന്ന നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ ടൈമിൽ കിട്ടുന്ന നമ്മുടെ ഒരു പവർ ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അല്ലേ? അതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഒരു പവർ ഉണ്ട്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ പ്രകൃതി കൂടെ നിൽക്കുന്ന പറയുന്നത്. ഇത്രയും ആഗ്രഹിച്ചാല് പ്രകൃതി കൂടെ ഉണ്ടാകും. അതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം, ആദ്യം പ്രകൃതി കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. നമ്മൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവാം, ഏതൊരു പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന ഈഗോ,
ദേഷ്യം, ഇതെല്ലാം മാറ്റി വെക്കുക. ഇതൊക്കെ മനുഷ്യ സഹജമാണ്, വരാം, പക്ഷെ അതെല്ലാം മാറ്റി വെക്കുക. അതിന് നമുക്കൊന്നും ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും അതുപോലെ തന്നെ മാം ആതിര പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയാലും പ്രശ്നമാണ് മാം. അതാണ് ഓവർ കോൺഫിഡൻസ് ആയാലും യെസ് മാം, ഞാനും അത് പറയുന്നുണ്ട്. ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ലോണം നമ്മളെ ബാധിക്കും. അത് എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് നെഗറ്റീവ് വരുന്നത് ഓവർ കോൺഫിഡൻസ് വരുമ്പോഴാണ്. എല്ലാം അറിയാം ഓക്കെയാണ്, പക്ഷേ അത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പോയി കഴിഞ്ഞു കാര്യം. അത് പൊതുവെ ഒരുപാട് അറിവുള്ളവരും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല, അല്ലെ? ഏതൊരു കാര്യവും ഇപ്പോ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഞാനും കൂടെ പഠിക്കുകയാണ്. ഇങ്ങനെയും ക്ലാസ് എടുക്കാം, എന്തെല്ലാം പോയിന്റ്സ് നിങ്ങൾ പറയുന്നുണ്ട്, ഓരോരുത്തരും സംസാരിക്കുന്നത് ഞാനും കൂടെ പഠിക്കുകയാണ്. അത്രയും എനിക്ക് ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് അത്രയും അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. ഓക്കെ, പഠിക്കുകയാണ്, എപ്പോഴും പഠിക്കുകയാണ്, ഓരോരുത്തരുടെ കയ്യിലും പഠിക്കുകയാണ്. എന്തിനാണ് എന്റെ മോള് വരെയും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്നും പഠിക്കുകയാണ്. അതെ, ഏതൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മരണം വരെ പഠിപ്പ് തീരില്ല എന്നുള്ളത്. ആരാണെന്ന് ഞാൻ ഓർക്കണില്ല ഇപ്പൊ. അങ്ങനെയാണോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. മിസ്സേ, എൻ്റെ ലൈഫില് എനിക്ക് കോൺഫിഡൻ്റോടെ നിൽക്കുക പറ്റിയ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ TTCക്ക് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് ടീച്ചിങ് ലാസ്റ്റ് ഇതാവുമ്പോഴേക്കും പുറത്തുനിന്ന് കമ്മീഷൻസ് വന്ന് നമ്മുടെ വർക്ക്സും നമ്മളെ കൊണ്ട് ക്ലാസ് ഒക്കെ എടുപ്പിക്കും. അപ്പോൾ അവരാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 33 പേരുണ്ട്. അവരിൽ നിന്ന് ക്ലാസ് എടുക്കാൻ ഓരോ സബ്ജക്റ്റിന് 2 പേരെ വെച്ചിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ അതുവരെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ എങ്ങനെയോ തട്ടിമുട്ടിയൊക്കെ എടുക്കുന്ന സിസ്റ്റർമാരെ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ അന്ന് കമ്മീഷന് എനിക്ക് കിട്ടിയത് ഇംഗ്ലീഷാണ്. 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് എടുക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. കാരണം നമ്മുടെ ക്ലാസ് നോക്കിയിട്ടാണ് ബാക്കിയുള്ളവരുടെ മാർക്ക് ഇരിക്കുന്നത്. ഒരാളുടെ ക്ലാസ് നോക്കിയിട്ടാണ് ബാക്കിയുള്ളവരുടെ ഇത് കൊടുക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ് ഒരു ദിവസം ഫുള്ള് ഇരുന്ന് പഠിച്ച് ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തപ്പോൾ കമ്മീഷൻ അവർ തന്നെ പറഞ്ഞു, നന്നായി ക്ലാസ് എടുത്തു, നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റുമെന്ന് പറ്റും എന്നുള്ളൊരു മൊമെന്റ്. കാരണം ഞാൻ ക്ലാസ് എടുത്തു, ക്ലാസ് നന്നായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ആണ് എൻ്റെ ലൈഫിലുണ്ടായത്. ഓക്കെ, അത്രേ ഉള്ളൂ. കാരണം നമ്മള് ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക് തന്നു, അതിപ്പോ പ്രപ്പോസിഷൻ ആയിക്കോട്ടെ, ടോപ്പിക് തന്നു, നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചപ്പോ നിങ്ങൾക്ക് എന്തായി, ഒരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെ? പഠിക്കാം, എന്ത് അറിയാത്ത കാര്യമാണെങ്കിലും പഠിക്കാം. അതും ആര് പറയുന്നതാണെങ്കിലും നമുക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കുക. അങ്ങനെയാണ് ഓരോരുത്തരും നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ ലെസൺ ആണ്, അല്ലെ? നിങ്ങൾ ആരെ മീറ്റ് ചെയ്താലും, ഒരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, ആരെ മീറ്റ് ചെയ്താലും ഓരോ ലെസൺ ആണ് എല്ലാവരും. ഇപ്പൊ എങ്ങനെ ആവാൻ പാടില്ല എന്നും എങ്ങനെ ആവാമെന്നും നമുക്ക് മറ്റുള്ളവരെ നോക്കി അറിയാൻ പറ്റും. ഓക്കെ, എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഈഗോ, ദേഷ്യം, ഈ അസൂയ, കുശം, ഇതൊന്നും വേണ്ട. അത് ഞാൻ പറയൂ കേട്ടോ, ഇതൊന്നും വേണ്ട. എന്തിനാ അതിന്റെ ആവശ്യം? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, പിന്നെ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. എക്സ്പെക്ട് ചെയ്താൽ അതിൽ വരുന്നത് സങ്കടമാണ്. അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യണ്ട. ഞങ്ങളുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകശാലികളും പ്രാവിനെ പോലെ നിഷ്കളങ്കലുമായിരിക്കണം എന്ന്. മനസ്സ് നമ്മൾ ശുദ്ധാക്കി ചെയ്തെല്ലാം ശരിയാവും. ഓക്കെ, അപ്പൊ ശുദ്ധമായിരിക്കുക. ശുദ്ധമാകുമ്പോ എല്ലാവരെയും അമൃതമായിട്ട് വിശ്വസിക്കാനും പാടില്ല. അങ്ങനെയുണ്ട് കേട്ടോ. ശരിയാണ് മാം. അതാണ് സർപ്പത്തെ പോലെ വിവേകശാലികളായിരിക്കണം എന്ന് പറഞ്ഞത്, മനസ്സിലായോ? അപ്പോ നമ്മളെ കൊണ്ട് ആരെയും നമ്മളെ ഹേർട്ട് ആകാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളെ ചിലപ്പോ ഹേർട്ട് ആകുന്നുണ്ടാകാം, അത് കുഴപ്പമില്ല. അത് എല്ലാവരെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ സ്വഭാവം മാറ്റാനും നമുക്ക് പറ്റില്ല. സോ നമ്മൾ
ഈ ചെവി കൂടെ കേൾക്കാം, ഈ ചെവി കൂടെ കളയാ, അത്രേ ഉള്ളൂ. അതെ, നല്ലതാണെങ്കിൽ ഇതിലേക്ക് എടുത്ത് ഇതിലേക്ക് വിടരുത് കേട്ടോ, അതിങ്ങനെ എടുക്കുക. നല്ല അതെ, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ എപ്പോഴും ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുക, ആരെയും ഹെൽപ്പ് ചെയ്യരുത്, ഹാപ്പി ആയിട്ട് ഓക്കെ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ആരെന്ത് വിചാരിക്കും എന്നൊന്നും മൈൻഡേ ചെയ്യണ്ട, ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ മാം. ഓക്കെ, നമ്മള് മറ്റുള്ളവരെ നമുക്ക് മാറ്റാനോ പറ്റില്ല, അവരുടെ സ്വഭാവമൊക്കെ അങ്ങനെയാണ്, അതങ്ങനെ പൊയ്ക്കോട്ടെ. ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് മോശമായിട്ട് തോന്നി നമുക്കത് പറയും, അതിപ്പോ ആരാണെങ്കിലും നീ ചെയ്ത് ശരിയായില്ല നമുക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാം. അത് നമ്മുടെ ചിലര് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാറ്റും, പക്ഷെ ചിലര് മാറ്റില്ല. ഒരു പഴഞ്ചൊല്ല് അവിടെയും ഉണ്ട്, പട്ടിയുടെ വാല് കുഴലിട്ടാല് 12 കൊല്ലം കുഴലിട്ടാല് അങ്ങനെ ഇരിക്കുള്ളൂ ഉള്ളവരുണ്ട്. അപ്പൊ നമ്മൾ മാറാ, നമ്മൾ ചേഞ്ച് ചെയ്യാവും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ വന്ന എല്ലാവർക്കും പല സ്വഭാവങ്ങളാണ്, പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ക്ലാസ്സിലാണ്. ഞാൻ പറയുന്നത് കുറച്ചു പേരെങ്കിലും കേൾക്കുന്നുണ്ടാകും, കുറച്ചു പേർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അത് എന്റെ കടമയാണ്, ഞാൻ പറഞ്ഞു തരും, ബാക്കി നിങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ടീച്ചേഴ്സ് ആണ്, പല രീതിയിലും കുട്ടികൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ സംസാരിക്കുക, നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ പറയാം, കേൾക്കുകയും കേൾക്കാതിരിക്കുകയും അവരുടെ ഇഷ്ടമാണ്, അത് ഓരോരുത്തേക്കും ഓരോ ഫ്രീഡം ആണല്ലോ അല്ലെ, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചെയ്യാം, എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കും. ഓക്കെ ഓക്കെ മാം. ഓക്കെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചതിൽ കുറച്ചുപേര് മാത്രമേ റിപ്ലൈ തന്നുള്ളൂ. മൊമെന്റ് ഏതാണ്, ഒരു മൊമെന്റ് ഏതാണ് പറയൂ. എനിക്ക് ഞാൻ B.Ed കഴിഞ്ഞു, എനിക്ക് ടൈം കിഡ്സിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് സെക്ഷനിൽ ഈ പല ബ്രാഞ്ചിലുള്ളവരും ഒരുമിച്ച് വരും, പല ബ്രാഞ്ചിലുള്ള ടീച്ചേഴ്സും അവിടുത്തെ മാനേജേഴ്സും, പിന്നെ ടൈമിൽ ഹൈദരാബാദിലുള്ള ഓണേഴ്സും വരും, അവിടുത്തെ മാനേജേഴ്സ്, അങ്ങനെയുള്ള അവരുടെ ഓഫീസേഴ്സ് വരും. അവരുടെ മുമ്പിൽ നമ്മൾ ക്ലാസ് എടുക്കണം. പിള്ളേരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അത് നമ്മൾ അവരെ ക്ലാസ് എടുത്ത് കാണിക്കണം. ഞാൻ B.Ed കഴിഞ്ഞ് ഫസ്റ്റ് പോകുന്ന ഒരു സെക്ഷനാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ക്ലാസ് എടുക്കാനൊക്കെ ഇംഗ്ലീഷിൽ എടുക്കണം, മലയാളത്തിൽ എടുക്കാൻ പറ്റില്ല, ഇംഗ്ലീഷാണ് എടുക്കണ്ടേ. കാര്യം എല്ലാവരും വിചാരിക്കും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാൻ തന്നെ പേടിക്കണമെന്ന്. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാനുള്ള നമ്മൾ കൊച്ചു പിള്ളേരുടെ മുമ്പിലല്ല അന്നേരം ക്ലാസ് എടുക്കുന്നത്, എല്ലാവരും ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്, അവരാണ് മൊത്തം ഇംഗ്ലീഷാ, ഓഫീസേഴ്സ് ഒക്കെ ഇംഗ്ലീഷാ, ഹൈദരാബാദിൽ നിന്ന് വന്നേക്കണൊക്കെ മദാമയാ, അവരുടെ മുമ്പിൽ നമ്മൾ ക്ലാസ് എടുക്കണം. പിന്നെ എടുത്താൽ പറ്റും, എടുക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ എടുത്തു. എന്റെ ഒരു വിശ്വാസം, ഞാൻ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസം, അവിടെ നിന്ന് എനിക്ക് എവിടെ നിന്നോ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി, ഞാനന്ന് ക്ലാസ് എടുത്തു. അതാണ് എനിക്ക് അന്ന് കിട്ടിയ കോൺഫിഡൻസ്, എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ആ സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ എനിക്ക് ഉണ്ടായൊരു വളരെ എനിക്ക് കോൺഫിഡൻസ് അല്ലാതെ വേറെ എനിക്ക് ഭയങ്കര ഒരു ടച്ച് ചെയ്തിട്ടുള്ള ഒരു അനുഭവം പറയുകയാണ്. ഞാൻ ടൈം കിഡ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, പക്ഷെ ആ കുട്ടി ഇടയ്ക്കൊന്ന് താഴ്ന്നു പോയി കുട്ടി. അപ്പൊ എല്ലാം എഴുതാൻ പറഞ്ഞാലൊന്നും ആൾ എഴുതില്ല, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഞാൻ കുറച്ചുകൂടി കെയർ ആ കുട്ടിക്ക് കൊടുത്തു. അപ്പൊ അവൾ എഴുതുവാണെങ്കിൽ തന്നെ ഞാൻ അവൾക്കൊരു സ്റ്റാർ കൊടുക്കുക, ഒരു വെരി ഗുഡ് പറയുകയൊക്കെ ചെയ്തപ്പോ അവൾക്ക് അത് ഭയങ്കര മോട്ടിവേറ്റ് ആയ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടി വീട്ടിൽ ചെന്ന് പറയും, ഞാൻ മിസ് ഇങ്ങനെ തന്നു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അപ്പൊ അത് പിന്നെ ആള് റൈസ് ആയി വന്നു. അങ്ങനെ അവളുടെ പാരന്റ്സ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അവരുടെ പാരന്റ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മിസ്സേ ഇങ്ങനെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് മൂത്ത ആളെ ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അപ്പൊ ആ സമയത്ത് മിസ് ഒരുപാട് കുട്ടീനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൾക്ക് ഇപ്പോഴും അവളുടെ ആ ഒരു പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്, അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ കൊണ്ട് എന്നെ കാല് തൊട്ടൊഴിക്കാനൊക്കെ വന്നിട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. കാര്യം വളരെ ചെറിയ ക്ലാസ് ആണ്, വലിയ ക്ലാസ് ഒന്നുമല്ല, ഞാൻ ഒരുപാട് വലിയ ആളുമല്ല, പക്ഷെ അന്ന് ഉണ്ടായ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അതെനിക്ക് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ഞാൻ കാലം തൊട്ട് ഒഴിച്ചില്ല കേട്ടോ മോളെ കൊണ്ട്, പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഇത്, അവരെനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നു, ഭയങ്കര ഒരു സിറ്റുവേഷൻ. നമ്മള് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനാണ് ഏറ്റവും ചലഞ്ച്. മിസ്സിനും അറിയാതിരിക്കാതെ, വലിയ പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, കുഞ്ഞു കുട്ടികൾക്ക് ഒന്നും അറിയില്ല, അവരെ പഠിപ്പിക്കാനാണ് ഏറ്റവും ചലഞ്ച്. നമുക്ക് എല്ലാം അറിയാവുന്നവരായിരിക്കും, നമുക്ക് ഒരുപാട് അനുഭവം ഉള്ളവരായിരിക്കും, നമ്മൾ ഒരുപാട് പഠിച്ചവരായിരിക്കും, പക്ഷെ അതൊന്നും പിള്ളേരുടെ അടുത്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പിള്ളേരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് പഠിപ്പിച്ചാൽ മാത്രമാണ് പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവാം, ഞാൻ വലിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ 10ാം ക്ലാസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവാം, വലിയ പിള്ളേരെ കോളേജ് വരെ പഠിപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല, പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പിള്ളേരുടെ ലെവലിലേക്ക് തന്നെ ഇറങ്ങണം. നമ്മൾ വലിയ ആളാന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നിന്നാൽ ഒരു കാര്യമില്ല, പിള്ളേർ നമ്മളെ സ്നേഹിക്കില്ല, അത്രേ ഉള്ളൂ. പിള്ളേർ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പിള്ളേരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലണം.
എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പിള്ളേരെ പഠിപ്പിക്കാൻ പോണവരാണ്. അത് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലത് വേണം. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ ആളായത് കൊണ്ട് പറഞ്ഞതല്ല ടീച്ചർ. എനിക്ക് എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു മാം. ഓക്കെ, സോ പിള്ളേര് എന്ന് പറയുമ്പോൾ അവര് കോപ്പി പേസ്റ്റ് ചെയ്യും നമ്മൾ അങ്ങനെ തന്നെ. ടീച്ചർ എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ എനിക്കും പറയാം. ഇപ്പോ എന്റെ മോള് LKG-യിലാണ്. അവള് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കുന്നുണ്ട്. സോ ഞാൻ എന്തെങ്കിലും പറയുമ്പോ അങ്ങനെയല്ല ടീച്ചർ എന്നോട് എങ്ങനെയാ പറഞ്ഞതെന്ന് പറയും. കാരണം ടീച്ചർ പറയുന്നതാണ് അവർക്ക് ഏറ്റവും വലുത്. സോ അതുകൊണ്ട് നല്ല രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുക. പ്രൊണൗൺസിയേഷൻ ആണെങ്കിലൊക്കെ നല്ല രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം അവര് പഠിപ്പിക്കാട്ടോ. കാരണം അവര് അതൊരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ്. ഓക്കെ, സോ ഏറ്റവും പാട് പിള്ളേരെ പഠിപ്പിക്കാനാണ്. കുഞ്ഞു മക്കളെ പഠിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ദേഷ്യം വരും ചില സമയത്ത് അല്ലെ. കാരണം പല രീതിയിലാണല്ലോ ഓരോ കുട്ടികളുടെ സ്വഭാവം വരാം. എല്ലാവരും അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ ചിലപ്പോ കയ്യിൽ നിന്നൊക്കെ പോകാം, ദേഷ്യം വരും. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. ദേഷ്യം കാണിക്കാനേ പാടില്ല, കാണിക്കാം. പക്ഷെ അങ്ങനെ ഓവറായിട്ട് കാണിക്കാൻ പാടില്ല. കാരണം അതൊക്കെ അവരത് നമ്മുടെ വലിയ രജിസ്റ്റർ ആവുന്നുണ്ട്. അവരങ്ങനെ തന്നെ പോയി വീട്ടിലത് ബിഹേവ് ചെയ്യും. പാരന്റ്സ് തിരിച്ച് നമ്മൾക്ക് കാര്യം ചെയ്യും. ദീർഘക്ഷമ വേണം അല്ലേ ടീച്ചറെ? മിസ്സേ, ദീർഘക്ഷമ വേണം. എന്തോ എന്നോടാണോ? മിസ്മാർക്ക് ദീർഘക്ഷമ വേണം ടീച്ചർമാർക്ക്. അതെ അതെ അതെ, നല്ലോണം വേണം. പിന്നെ ഒരു കാര്യം, എപ്പോഴും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആരും എപ്പോഴും വന്ന പാരന്റ്സ് അപ്രീഷിയേറ്റ് ചെയ്യും, നല്ലതാണ് എന്നൊന്നും പറയുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. കംപ്ലൈന്റ്സ് ഒക്കെ വരും. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വേണം. ഓക്കെ, അത് എന്റെ അനുഭവത്തിൽ ഞാൻ പറയണം. കംപ്ലൈന്റ്സ് വന്നാലും നമ്മള് അത് നേരിടാം. മീൻസ് കംപ്ലൈന്റ് വന്നു എനിക്ക് എന്നെ കൂടെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. കാരണം നമ്മള് എല്ലാ ജോലിയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സോ അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളെല്ലാം വരും. പിന്നെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഓരോന്ന് പഠിക്കാം. എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് പിന്നീടാണ് നമ്മൾ പഠിച്ചു വരാം. അതുകൊണ്ട് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. പറയുന്ന കാര്യങ്ങളാണെങ്കിൽ തെറ്റാണെങ്കിൽ ഓക്കെ, അതെന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ല കാര്യം. അതില് ഓക്കെ, ഇപ്പോ നമ്മൾ പറഞ്ഞ തെറ്റാണെങ്കിലും നമ്മൾ അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. അയ്യോ അത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റാണ്, എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അത് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളും എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ മിസ്. എന്തോ നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബെറ്റർ ആക്കാൻ നോക്കാലോ. പിന്നെ ബെറ്റർ ആക്കാൻ നോക്കാലോ. എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആകാം. എന്താണ് കുട്ടികൾക്ക് നമുക്ക് തന്നെ ഒരു സ്കൂൾ ലൈഫിൽ ടീച്ചർ ഇഷ്ടം ഏത് ടീച്ചറാണെന്ന് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കൂടുതൽ തല്ലുന്ന ടീച്ചറാണോ നമ്മൾ മനസ്സിൽ വരാൻ? അല്ല, നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുന്ന നല്ല രീതിയിൽ പഠിപ്പിച്ചു തരുന്ന ടീച്ചേഴ്സാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കാം. അപ്പൊ അതേപോലെ ആവാൻ നോക്കാം. നിങ്ങൾക്ക് ഏകദേശം റോൾ മോഡൽ ഉണ്ടാകാം, ഏതെങ്കിലും ഒരു ടീച്ചർ അല്ലെ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അതേപോലെയാണെന്നല്ല, അതിനേക്കാളും ബെറ്റർ ആയിട്ട് നല്ലൊരു ടീച്ചറാകാൻ നോക്കുക. എല്ലാവരും അതും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, സ്നേഹിക്കുക. മാം, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം. പക്ഷെ അത് പറയാമോന്ന് അറിയാത്തോണ്ട് പറയരുത്. സ്കൂളിലല്ല, വീട്ടിൽ എന്റെ കുഞ്ഞില് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട്ടില് കൊച്ചു കുട്ടികളെ 2 പേരെ ട്യൂഷൻ എടുക്കാൻ പോവായിരുന്നു. അവര് അന്ന് UKG, ഒരാൾ 1-ല്, 2 പേരായിരുന്നു. അപ്പൊ അവർക്ക് സ്കൂളിൽ പോയി പഠിക്കില്ല, അക്ഷരങ്ങളും ഒന്നും എഴുതാൻ അറിയില്ല. പണ്ട് തൊട്ടേ എനിക്ക് ടീച്ചർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ കുഞ്ഞില് തൊട്ട്. അപ്പൊ ഞാനങ്ങനെ അവർക്ക് ട്യൂഷൻ എടുക്കാൻ പോകുമ്പം ഞാൻ മുഖേന അവർ അക്ഷരങ്ങൾ എഴുതാനും പഠിക്കാനും ഒക്കെ പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ മാറിപ്പോയി, വേറെ ജോലിക്കൊക്കെ പോയി പഠിത്തം കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ അവർ കല്യാണം കഴിക്കാറായി, വലിയ കൊച്ചുങ്ങളായി, 23, 24 വയസ്സൊക്കെ ആയി അവർക്ക്. അപ്പോഴും അവർക്ക് എന്നെ ഇപ്പോഴും കണ്ടാൽ അതേ സ്നേഹമാണ്. ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് സംസാരിക്കും. അന്നത്തെ ആ ഒരു സ്നേഹം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നും അവരെന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. ടീച്ചേഴ്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഗുണം, അത് വിളിക്കുന്ന ആ ഒരു വിളിയുണ്ട് അല്ലെ, ടീച്ചർ എന്ന് വിളിക്കുന്ന ഒരു വിളി, അത് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ക്ലാസ്സില്
നന്നായി പഠിക്കുന്നവരുണ്ടാകാം, ഒട്ടും പഠിക്കാതെ സ്റ്റുഡന്റ് ഉണ്ടാകാം, അല്ലെ? എല്ലാവരും ഒരേപോലെ പഠിക്കുന്നതല്ല, അതില് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കാം, എല്ലാവരും ഒരേപോലെ പഠിപ്പിക്കാം. ഓക്കെ, എപ്പോഴും എനിക്ക് പറയാണ്, എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ. എനിക്ക് ഇതില് അങ്ങനെ എനിക്ക് സത്യത്തിൽ എനിക്ക് അങ്ങനെ ആരെയും ഒരാൾ നല്ലത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. ഇതിൽ ഞാൻ ആരൊക്കെ നന്നായിട്ട് പഠിക്കുന്നു എന്നൊന്നും ചിന്തിക്കാറില്ല കേട്ടോ, എന്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ലാത്ത കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, സ്കൂളിൽ അങ്ങനെയാണ്, ക്ലാസ്സിലാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പഠിക്കാത്തവരെ ബാക്കിൽ കൊണ്ടുവരുത്തുക, പണ്ടത്തെ ഒരു സിസ്റ്റം ആണ് അതൊക്കെ. നേരത്തെ എങ്ങനെയായിരുന്നു? ശരിയാ. ഞാൻ സത്യം പറഞ്ഞ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ ആയപ്പോഴാണ് ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് ഇങ്ങനെ എന്താ രണ്ടാം തരം പോലെ ഇങ്ങനെ ബാക്കിൽ അങ്ങനെ ഇരുത്തി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ മാനസികമായിട്ടൊന്ന് ആകണമെങ്കിൽ തന്നെ അവരിങ്ങനെ നമ്മളെങ്ങനെ മാറ്റി ഇരുത്തുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാ. പക്ഷെ പ്ലസ് 1 പ്ലസ് 2 വന്നപ്പം എല്ലാരും ഒരേപോലെ കാണാൻ തുടങ്ങി, ടീച്ചർമാരാണെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങി. ആ സമയം തൊട്ട് ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. 10 വരെ പഠിക്കുന്ന വെച്ചാൽ ആവറേജ് പോലും അല്ലായിരുന്നു. അപ്പൊ ടീച്ചർമാർ ഓരോ ആറ്റിറ്റ്യൂഡും മനോഭാവം അത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ പ്ലസ് 1 പ്ലസ് 2 വന്നപ്പോൾ കുറച്ചും കൂടെ നല്ല അറ്റ്മോസ്ഫിയർ, അന്നേരം പഠിക്കണം നമുക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടായി. അങ്ങനെയൊക്കെ ടീച്ചേഴ്സിലൂടെയാണ് അല്ലെ, എല്ലാം നമ്മൾ അറിയുന്നതും ഒക്കെ ടീച്ചേഴ്സിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെ ആവാതിരിക്കുക, ഇനിയെങ്കിലും നമുക്ക് അവസ്ഥ മാറ്റാം. എന്റെ ഒരു അനുഭവം ഉണ്ട് മാം. ഞാൻ 7th വരെ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ 8th വേറൊരു സ്കൂളിലോട്ട് ചെന്നപ്പോ എനിക്ക് ഒത്തിരി പൊക്കം ഉണ്ടായിരുന്നു, കൂടുതലായിരുന്നു. അപ്പൊ എനിക്ക് കുറെ സ്റ്റുഡൻസ് ഉണ്ട്, ഗേൾസ് ഹൈ സ്കൂളായിരുന്നു. കുറെ സ്റ്റുഡൻസ് 8ാം ക്ലാസ്സിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ചെന്നിട്ടുള്ള സ്കൂള്, അതിന്റെ ഈ പൊക്കം കൂടുതലുള്ളത് ഏറ്റവും ബാക്കിലോട്ട് കൊണ്ടിരുത്തി. അപ്പൊ എന്താ എനിക്ക് ഒന്നും തന്നെ ആ ക്ലാസ്സിൽ എടുക്കണ കേൾക്കാൻ പറ്റില്ലായിരുന്നു മാം. അപ്പൊ എനിക്ക് അന്നൊന്നും ഒരു കോൺഫിഡൻറ്റിന്റെ അതിൽ ഓർക്ക് പറയാനോ മാം എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനോ അങ്ങനെയൊന്നും ഉണ്ടായതില്ല. അങ്ങനെ ഞാനൊരു 10th വരെ ആവറേജിൽ, പിന്നീടാണ് ഞാൻ പിന്നെയും പ്ലസ് 2 ഇതിലോട്ട് വന്നത്. അപ്പൊ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് പൊക്കം കുറവ് അല്ലെങ്കിൽ പൊക്കം കൂടുതലൊക്കെ പറഞ്ഞിരുത്തുമ്പോൾ നമുക്ക് ബാക്കിൽ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഒന്നും തന്നെ കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഡൗൺ ആയി പോയെങ്കിലും 10th പ്ലസ് 2 പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഉത്സാഹിച്ച് പഠിച്ചു, പാസ്സായി. അല്ലെങ്കിൽ ഞാൻ പൊട്ടക്കുട്ടിയായി പോയേനെ കൂടുതലായിട്ട്. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ ഇരുത്താം. പിന്നെ ടീച്ചർമാർ വകതിരിവ് ചിലർ കാണിക്കും, വകഭേദം കാണിക്കും, പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി, അങ്ങനെ ഇങ്ങനെ, പൈസക്കാര് പൈസ ഇല്ലാത്തവർ, അങ്ങനെ ഒത്തിരി ഞാൻ അവഗണന അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. അപ്പോ അങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക, എല്ലാവരും ഈക്വലായിട്ട് കാണാം. പിന്നെ ബാക്കിലേക്ക് പോകുന്നത് എല്ലാവരും പൊതുവെ ഇങ്ങനെ ഇരിക്കും, ബാക്കിൽ എന്തായാലും ഇരിക്കേണ്ടി വരും. സോ നമ്മൾ ബാക്കിലും കൂടെ പോയി അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, മനസ്സിലായോ എന്ന് ചോദിക്കുക. പറയാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകാം പിള്ളേർക്ക്, മനസ്സിലായോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും. പക്ഷെ നമ്മൾ സംസാരിക്കുക, ചോദിക്കുക, നമ്മൾ അവരുടെ കൂടെ അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയത്. പിന്നെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി സ്ട്രെങ്ത് കൂടുതലായിരുന്നു പിള്ളേര്. അപ്പൊ അതുകൊണ്ടൊന്നും മാം ടീച്ചറെ പറഞ്ഞിട്ട് കാര്യമില്ല, ടീച്ചർ എനിക്ക് പൊക്കം കൂടുതലുകൊണ്ടിരുത്തി. പക്ഷെ എന്തോ ഒരു ഇതിൽ കൊണ്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ ബെഞ്ചും ആണെങ്കിൽ നമ്മൾ എല്ലാവരെയും പോയി ശ്രദ്ധിക്കുക, സംസാരിക്കുക, ഫ്രണ്ട്ലി ആവുക. എല്ലാവരും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഒഴിവാക്കാൻ നിയമം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ മക്കൾക്കൊക്കെ ബെഞ്ച് റൊട്ടേറ്റ് ആണ്, റൊട്ടേഷൻ ഉണ്ട് ഇപ്പോ. റൊട്ടേഷൻ വരുന്നുണ്ട്. ഫേസ് ആയിട്ടാണ് ഇരുത്തണേന്ന് തോന്നുന്നു പിള്ളേരാ. ബെഞ്ചുകള് ബാക്ക് അങ്ങനെയൊന്നുമില്ല, മൊത്തം റൗണ്ട് ചെയ്തിട്ട് ഇരുത്തണം. അങ്ങനെയൊക്കെയാണ്, കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളും കൊണ്ടുവരാം കുറച്ച് മാറ്റങ്ങളൊക്കെ ക്ലാസ്സിൽ. ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാലോ. ഓക്കെ, സോ പിന്നെ പറയാനുള്ളത് കുട്ടികളുടെ ഹെൽത്ത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്ട് വൈസ് മാത്രം പറഞ്ഞു കൊടുക്കാതെ അവരുടെ ആരോഗ്യത്തെ കുറിച്ചും കൂടെ നമ്മളൊന്ന് അവയർനെസ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. ഇപ്പൊ കഴിക്കേണ്ട എല്ലാ ഫുഡും നിങ്ങൾക്ക് അറിയാലോ, ജങ്ക് ഫുഡ് ആണെങ്കിലും എല്ലാ പിള്ളേരും ജങ്ക് ഫുഡ് ഒക്കെയാണ് കഴിക്കുന്നത്. സോ അതെല്ലാം ടീച്ചർ പറയുമ്പോൾ കുട്ടികൾ കേൾക്കും, മനസ്സിലായോ? സോ അത് നിങ്ങൾ പറയാൻ നോക്കാം. ഞാൻ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ സംസാരിക്കാറുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ബേക്കറി ഐറ്റംസ് ആണ്, എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെ, എല്ലാവരും വീട്ടിലില്ലേ അല്ലേ? അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിപ്പോ ഇത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നതാണ്. എല്ലാവരും മാറ്റാൻ നോക്കുക.
നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ വഴിയൊരുക്കുന്നത്. അമ്മമാരാണ്, അമ്മമാരും അച്ഛന്മാരും മുത്തച്ഛന്മാരൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത്. സത്യം ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേര് എന്ത് പറഞ്ഞാലും മേടിച്ചു കൊടുക്കലാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ടൈമില് നമുക്കൊന്നും പറയാനും കൂടി പറ്റൂലായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വളർത്തുമ്പോൾ തന്നെ നമ്മുടെ മക്കളും വളരണം, അങ്ങനെയാണ്. നമ്മുടെ പഴയ കാര്യങ്ങൾ അവരോട് പറയുമ്പോ അവർക്കത് ഇഷ്ടപ്പെടണില്ല. ഞാൻ പറയും, ഞാനൊക്കെ മുമ്പ് എങ്ങനെയാണ് ജീവിച്ചിരുന്നേന്ന് അറിയൂന്ന് ചോദിക്കുമ്പോഴേക്കും നിർത്താൻ പറയും, പിന്നെ ഒന്നും പറയിപ്പിക്കൂല. ശരിയാണ്, അത് ശരിയാ. പക്ഷെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊടുക്കുന്നതാണ് ഉത്തമം. നമുക്കൊരു ടോപ്പിക് തന്നെ വെക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്കൊരു ടോപ്പിക് തന്നെ വെക്കാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും സംസാരിക്കാനായിട്ട്? കുട്ടികളും ഫുഡും അല്ലെ? നമുക്ക് ടോപ്പിക് നോക്കിയാലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരും ഈ ടോപ്പിക് സംസാരിക്കും. നമുക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നേ. എന്റെ പോർഷനൊക്കെ ഏകദേശം ഈ പെട്ടെന്ന് തീരും. നമുക്ക് സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. കാരണം എന്നെ കൊണ്ട് ചെയ്യാമെന്നെനിക്ക് ചെയ്യണം. കാരണം എന്റെ വീട്ടില് എന്റെ മോൾക്ക് ഞാനൊന്നും കൊടുക്കാറില്ല കേട്ടോ. പറയുന്ന ഞാനും അങ്ങനെ ആയിരിക്കണ്ടേ അല്ലേ? നിങ്ങളോടൊപ്പം ഞാൻ പറയാണ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ അതുപോലെ തന്നെയായിരിക്കണം ഞാൻ. പക്ഷെ ഞാൻ കൊടുക്കാറില്ല. എന്റെ മോൾക്ക് ചോക്ലേറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങി. അവൾക്ക് അറിയില്ല, കുറെ ചോക്ലേറ്റ്സ് ഒന്നും അവൾക്ക് അറിയില്ല. ബേക്കറി ഐറ്റംസ് ഒന്നും അവൾക്ക് അറിയില്ല, അതിന്റെ പേരുകളൊന്നും അറിയില്ല. സോ അതൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോ സ്കൂളിൽ ചേർത്തന്നെയാണ്, സ്കൂളിൽ അംഗൻവാടിയിലൊക്കെ പോകുമ്പോഴാണ്. എന്നാലും അവള് കഴിക്കില്ല. അത് കുറെ ഞാൻ പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ച് വെച്ചിരിക്കുക. അവള് കഴിക്കില്ല. എനിക്ക് കൊടുത്താലും മിഠായി കൊടുത്താലും എനിക്ക് കൊണ്ടുതരും. അങ്ങനെയൊക്കെയാണ് പേടിപ്പിച്ച് വെച്ചു ഞാൻ. അപ്പൊ സ്കൂളില് കുട്ടികൾ സ്നാക്സ് കൊണ്ടുവന്നു, ടിഫിൻ കൊണ്ടുവരുമ്പോ അവര് ബേക്കറി ഐറ്റംസ് ആണ് കൊണ്ടുവരും. അപ്പൊ ഞാൻ ടീച്ചറോട് കാര്യം പറഞ്ഞു, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും നല്ലതാണ്. ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ഏറ്റവും നല്ലതാണ്. മാം, എന്റെ മക്കൾ ഇതിനു മുമ്പ് വേറെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഉച്ചയ്ക്ക് സ്നാക്സ് എന്ത് വേണമെങ്കിലും കൊടുത്തുവിടാം. ഈ 10:30 ആ ടൈമില് സ്നാക്സ് ഉണ്ടല്ലോ, ടിഫിൻ ടൈം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്റെ പിള്ളേർ കൂടുതലും ആഗ്രഹിക്കുന്ന ഈ ബ്രൗണി അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർ കൂടുതൽ കഴിച്ച് ഫിനിഷ് ചെയ്ത് വരുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല. പക്ഷെ ഇപ്പൊ പുതിയ സ്കൂളാണ്, വേറൊരു സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ അവര് മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബേക്കറി ഐറ്റംസ് പാടില്ല, ഫ്രൂട്ട്സ്, ഓൺലി ഫ്രൂട്ട്സ്. പിന്നെ വീട്ടിൽ നിങ്ങൾ എന്തുണ്ടാക്കിയാലും കൊടുത്തിടാം. സോ ഇത് കാരണം പല ചേഞ്ചസ് ഉണ്ടായി. എന്തെന്ന് വെച്ചാൽ എന്റെ ഇളയ കൊച്ചിന് ഫുൾ ടൈം വോമിറ്റിംഗ് ആണ്. ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ സ്കൂളിൽ മാറ്റിയതിനു ശേഷം ആ വോമിറ്റിംഗ് പ്രശ്നം മാറി. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോ ഇതൊക്കെയായിരുന്നു പ്രശ്നം, ഈ സ്നാക്സ്, ബ്രൗണി, കേക്ക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇപ്പൊ അത് മാറിയപ്പോ എത്രയോ ചേഞ്ചസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ഈ സ്കൂളിൽ മാറ്റിയിട്ട്. കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മമാര്, നമ്മളൊക്കെ പോലെ അമ്മമാര് മടി കാരണം ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു. അതാണ് ചെയ്യുന്നത്, മടിയാണ് അതിലൊത്തിരി പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ട് മാം. അതുകൊണ്ടാണ് കഴിക്കിയത്. എത്ര നാളിരിക്കുന്ന ബിസ്ക്കറ്റുകളൊക്കെ അറിയോ? കഷ്ടം. നിങ്ങൾ തന്നെ എല്ലാവരും അറിവുള്ളവർ തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. ഓരോ ഫുഡ് ഐറ്റംസും നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരും പറയാം. നിങ്ങളെ മക്കള് കഴിക്കുന്ന ഓരോ ഐറ്റംസ്, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ഈവൺ ഷുഗർ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷുഗർ, അവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ്, നിങ്ങൾക്ക് മക്കൾക്ക് എന്താണ് ഇഷ്ടം ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക് ആണ് നമുക്ക് സംസാരിക്കാം. എല്ലാവരും സംസാരിക്കും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, സോ നമുക്ക് സൈൻ ഔട്ട് പറയാം. Good morning everyone. I am Soumya Tony and it's my privilege to deliver in the sign out for today's class about self-confidence. I just wanted to say thank you for your hard work in teaching our online class. I really appreciate at your passions and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. മിസ്സിന്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ മിസ്സേ. അതിങ്ങനെ ചുമ്മാ സംസാരിച്ചിരിക്കില്ലേ, അതുകൊണ്ടാണ്. സത്യം ഇന്ന് പെട്ടെന്ന് ക്ലാസ് ഇത്തിരി സംസാരിക്കണത് നല്ലതാണ്. നമ്മ ഫുൾ ടൈം ക്ലാസ് ആവുമ്പോ ഒരു ഉറക്കം വരവ്, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ഇന്ററാക്ഷൻ എപ്പോഴും നല്ലതല്ലേ മാം? ഇന്ററാക്ഷൻ എപ്പോഴും നല്ലതല്ലേ? Interact with others.
ഒരിക്കലും ക്ലാസ്സിൽ കേട്ടിട്ടോ ഭയങ്കര ബോറിംഗ് ആയിരിക്കുള്ളൂ. അവര് പിള്ളേര് പറയും എന്തൊരു ടീച്ചറാന്നേ പറയുള്ളൂ. നമ്മൾ തന്നെ പറയുമല്ലോ അല്ലെ? അങ്ങനെ ചിന്തിക്കുക. ഫുൾ ടൈം ക്ലാസ് എടുക്കാൻ പാടില്ല, ബോറിംഗ് ആണ്. അതിനെതിരെ ചുമ്മാ സംസാരിക്കുക, അറിയാതെ പഠിപ്പിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പൊ പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് എന്തോ അറിയൂ സ്നേഹ എന്തോ പറഞ്ഞല്ലോ. ഇല്ല, അതായത് കറക്റ്റ് ആണ്. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് മുന്നോട്ട് പോകുമ്പോ ഞാനിപ്പോ മെസ്സേജ് ഇട്ടു ഞാൻ മാമിന്. ഇന്ന് ടൈം പോയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല. എല്ലാവരും അയക്കുന്ന മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ചിരിക്കുന്നുള്ളൂ ഞാൻ. ഓക്കെ, സോ പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് നെക്സ്റ്റ് നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ, മറക്കില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, മാമിന്റെ മോളെ കാണാൻ മാമിനെ പോലെയാണോ? എന്നെ പോലെയാണോ? അങ്ങനെ ചോദിച്ചാല് കുറച്ചുപേരൊക്കെ എന്നെ പോലെ എന്ന് പറയാം, പക്ഷെ എന്നെ കുറച്ചൊക്കെ നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ എങ്ങനെയാ പറയാ, എന്നെ പോലെ ആയിരിക്കാം. ഓക്കെ, സോ യാ വയ്ക്കോട്ടെ. ഞാനെന്നാല് ഒരു കുട്ടിയുള്ളോ? ഒരു കുട്ടിയുള്ളൂ. ഓക്കെ ഓക്കെ, വയ്ക്കോട്ടെ. ഇപ്പോ Thank you, ma'am. Thank you, ma'am. Have a nice day. Thank you, ma'am.